പിന്തിരിഞ്ഞ് നടക്കാൻ തീരുമാനിച്ചോ നിങ്ങൾ? പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത്രയും വർഷം നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും നിങ്ങൾ കടന്നു വന്ന കഠിനമായ ആ വഴികൾ നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കുക. കുട്ടിക്കാലം മുതൽ നിങ്ങൾ നേരിട്ട അവഗണനകൾ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയ കാര്യങ്ങൾ, എന്നിട്ടും നിങ്ങൾ നേടിയെടുത്ത ഒരുപാട് സക്സസ് ഉണ്ട്. നിങ്ങൾ നേടിയെടുത്ത ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട്. അവയെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഒരിക്കലും തോറ്റ് പിന്മാറേണ്ട ആളല്ല. നിങ്ങളെ അങ്ങനെ ആക്കിയ ഒരുപാട് നെഗറ്റീവ് ആളുകളുണ്ട്, നെഗറ്റീവ് ചിന്തകളുണ്ട്. അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കുക. ചിലപ്പോൾ പുറത്ത് കടക്കാൻ ഒരു മാർഗവും ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾ ഓർക്കുക, ഏതൊക്കെ വഴികളിലൂടെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ സാധിക്കുമെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ആ വഴി നിങ്ങൾക്ക് താനെ തുറന്നു വരും. ഇത്രയും നല്ല മനസ്സുണ്ടായിട്ടും, ഇത്രയും നല്ല ചിന്തകളുണ്ടായിട്ടും, നല്ല സഹായ മനോഭാവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടതെന്ന് നിങ്ങൾ പലപ്പോഴും ഓർത്തിട്ടുണ്ടാകും. അതിനുള്ള ഉത്തരം വളരെ നിസ്സാരമാണ്. നിങ്ങൾ നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കഷ്ടപ്പാടിനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതിനുള്ള അവസരങ്ങളെ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ഈ അമിതമായ ചിന്തകളെയൊക്കെ മാറ്റിവെച്ച്, ഈ നെഗറ്റീവ് ചിന്തകളെയൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വിജയത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വളരെ ഉല്ലാസവാനായി, ഉല്ലാസവതിയായി നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുന്നതും, നിങ്ങൾ ഉദ്ദേശിച്ച വളരെ സക്സസ്ഫുള്ളായ ജീവിതം നിങ്ങൾ നേടിയെടുക്കുന്നതും, ആ അവസ്ഥയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആത്മവിശ്വാസം, നിങ്ങൾക്ക് ആരെയൊക്കെ സഹായിക്കാൻ പറ്റും അവരെയൊക്കെ നിങ്ങൾ സഹായിക്കുന്നത്, നിങ്ങൾ ആളുകളെ ചേർത്ത് പിടിക്കുന്നത്, നിങ്ങൾ തലയുയർത്തി ഒരുപാട് ആളുകളുടെ മുന്നിലൂടെ നടക്കുന്നത്, കുറേ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സഹായം നൽകുന്നത്, ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു പരിധിയില്ല. പക്ഷേ നിങ്ങളുടെ ചിന്തകൾക്ക് പരിധിയില്ല. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും നിങ്ങളെ കഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കാനും അവർ തന്ന കഷ്ടപ്പാടുകളുടെ വേദനകൾ ഓർമ്മിച്ച് കരയാനും വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. ഇനി അങ്ങോട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചിന്തിക്കില്ല എന്ന് തീരുമാനിക്കുക. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് പുറത്തു പോകുന്ന ഒരു നിങ്ങളെയാണ്. മനഃപൂർവ്വം നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുക. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ മനഃപൂർവ്വം, ബോധപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ തന്നെ ആ ചിന്തകളെ സ്കിപ്പ് ചെയ്ത് ഉടനടി നിങ്ങൾ നല്ല ചിന്തകളിലേക്ക്, നിങ്ങളെ ഒരുപാട് പേര് സ്നേഹിച്ച് ഹഗ് ചെയ്യുന്നതും, നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നതും, നിങ്ങളുടെ സന്തോഷത്തോടെ ഒരു യാത്ര പോകുന്നതൊക്കെ ചിന്തിക്കുക. അങ്ങനെ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാൻ പഠിക്കുക. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ജീവിതം കൈപ്പിടിയിലാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ മനസ്സമാധാനം. അപ്പോൾ ഇന്ന് മുതൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.